നമസ്കാരം. ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻറ്റ്. ഞാൻ പൊതുവേ നിർമ്മിച്ചു കഴിഞ്ഞ വീട് പരിശോധിക്കാൻ പോകാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വാസ്തുവിദ്യ വിശ്വസിക്കുന്ന ആളുകൾ പോലും നിർമ്മിച്ചു കഴിഞ്ഞാൽ 69 സെൻറ്റിമീറ്റർ ഒരു കോൽ മുതൽ 78 സെൻറ്റിമീറ്റർ ഒരു കോൽ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. കോൽ കണക്ക് പ്രദേശം മാറും, വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ കണക്കെടുത്തെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്പം നിർബന്ധം പ്രഷർ വന്നുകൊണ്ട് ഒരു പ്ലാൻ പരിശോധിക്കാൻ ഇടയായി. ആ പ്ലാനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മളൊരു വീട് പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭിത്തിയുടെ ചുറ്റളവ്, പുറം ഭിത്തിയുടെ ചുറ്റളവ് അത് ആയം കൂടി വ്യയം കുറഞ്ഞ് കണക്കായിരിക്കണം. മരണച്ചുറ്റിലൊന്നും വരാൻ പാടില്ല. മധ്യമമോ ഉത്തമമോ ആയിരിക്കണം. തറയുടെ ചുറ്റളവ് മരണച്ചുറ്റ് വരാൻ പാടില്ല. ഇനി അധമം കൊടുക്കേണ്ടി വന്നാൽ പോലും. നേരെ മറിച്ച് അടുക്കള, കിടപ്പുമുറി, ബെഡ്റൂം ഇതിൻ്റെ ചുറ്റളവുകൾ ആയം കൂടി വ്യയം കുറഞ്ഞ് കണക്കായിരിക്കണം. അത് ഉത്തമവും മധ്യമമായിരിക്കണം. ഇത്തരം കാര്യം ശ്രദ്ധിച്ചേ പറ്റും. ഇനി നമുക്ക് പ്ലാനിലേക്ക് പോകാം. ഈ പ്ലാൻ പരിശോധിച്ചപ്പം ഈ പ്ലാൻ എങ്ങനെ സാന്ദർഭികവശാൽ ഇതിൻ്റെ ഭിത്തി ചുറ്റളവ് 1270 പ്ലസ് 1142 എന്നാണ് കണ്ടത്. അപ്പോൾ അത് 67 കോലാണ്. 67 കോല് ധ്വജയോനിയാണ്. ആയം 8, വ്യയം 5, ഉത്തമ കണക്ക്. ഇങ്ങനെയാണെങ്കിലും അകത്തേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ തറയുടെ ചുറ്റളവ് നോക്കാം. 4900 ആണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് മരണച്ചുറ്റ്. 67 കോല് 16 അങ്കുലത്തിനും 68 കോല് 8 അങ്കുലത്തിനും ഇടയിലാണ് കണക്ക് വരുന്നത്. ആയാതി ഷഡ്വർഗത്തിലെ പ്രായം നോക്കുമ്പം അത് മരണച്ചുറ്റാണ്. ഒരു കാരണവശാലും അത് വീടുകൾക്ക് കൊടുക്കാൻ പാടില്ല. ഇനി അടുത്തത്, ആ വീടിന് ഗ്രഹമധ്യസൂത്രമില്ല. അടുക്കള പടിഞ്ഞാറ് വശത്താണ്. പോരാത്തതിന് അതിൻ്റെ ഉള്ളിൽ ചുറ്റളവ് 1404 സെൻറ്റിമീറ്റർ ആണ്. അത് മരണച്ചുറ്റാണ്. എങ്ങനെ? 72 സെൻറ്റിമീറ്റർ ഒരു കോലം കണക്ക് മരണച്ചുറ്റാണ്. ഇനി ബെഡ്റൂമുകൾ 3 ഉണ്ട്. ആ 3 മരണച്ചുറ്റാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ആദ്യം പറഞ്ഞു, ഒരു വീട് തയ്യാറാക്കുമ്പോൾ, പ്ലാൻ തയ്യാറാക്കുമ്പം വീടിൻ്റെ ഭിത്തി ചുറ്റളവ് ഉത്തമവും മധ്യമായിരിക്കണം. അത് ആയം കൂടിയതും വ്യയം കുറഞ്ഞതുമായിരിക്കണം. തറച്ചുറ്റളവ് മിനിമം മരണച്ചുറ്റാവാൻ പാടില്ല. അധമമായാൽ പോലും മരണച്ചുറ്റാവാൻ പാടില്ല. റൂമുകളുടെ ചുറ്റളവ്, ഉള്ളിലെ ചുറ്റളവ് ആയം കൂടി വ്യയം കുറഞ്ഞ കണക്കായിരിക്കണം. അത് ഉത്തമവും മധ്യവുമായിരിക്കണം. ഗൃഹമധ്യസൂത്രം വേണം. പടിഞ്ഞാറ് വശത്ത് ഒരു കാരണവശാലും അടുക്കള കൊടുക്കാൻ പാടില്ല. അതിന് പകരം അടുക്കള കൊടുക്കേണ്ടത് വായു കോണിൽ, അല്ലെങ്കിൽ പർജന്യപഥത്തിൽ, അല്ല അഗ്നികോണിൽ. ഈ 3 സ്ഥലങ്ങളിൽ അടുക്കള കൊടുക്കാൻ പാടുള്ളൂ. ഇത് എപ്പോഴും പ്ലാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം 25 ലക്ഷം മുതൽ മേലോട്ടാണ് ഇപ്പോൾ വീട് നിർമ്മിക്കുമ്പോൾ വരുന്ന ചിലവ്. നമ്മൾ ഈ വീട് നിർമ്മിച്ച് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ വീട് എൻ്റെ അടുത്ത് വന്നത് ഒരു ജോലിസ്യർ പറഞ്ഞു വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അയാൾ നോക്കിയിട്ട് വാസ്തുദോഷമുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് ഈ പ്ലാൻ വന്നത്. ഇതിലെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾറെഡി ടൈലിട്ട് ഭിത്തി തേച്ചെല്ലാം കഴിഞ്ഞൊരു വീടാണ്. തൽക്കാലം ഞാൻ ഗ്രഹമധ്യസൂത്രം തുറന്നു കൊടുക്കാൻ മാത്രം പറഞ്ഞു. അതില്ലായിരുന്നു, അത് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ എല്ലാം മരണച്ചുറ്റാണ്. അതുകൊണ്ട് വീട് വെക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പാക്കണം. മുറിയിടകളുടെ അകത്തെ ചുറ്റളവും പുറത്തെ ചുറ്റളവും മധ്യമമോ ഉത്തമമോ ആയിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയൊരു അറിവായി വരുന്ന ദിവസം കാണാം. നന്ദി, നമസ്കാരം.